ബന്ധങ്ങളെ പറ്റി മുദ്രകളെ പറ്റി ഉദ്യാന ബന്ധം ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലബന്ധത്തെ പറ്റി പറഞ്ഞിരുന്നു. ഉദ്യാന ബന്ധം പത്മാസനത്തിൽ നിന്ന് ഉള്ളംകാലുകൾ മലർത്തി വെച്ച് പൊക്കിളിനും മുകളിലും താഴെയായി 8 വിരൽ വീതിയിൽ വയർ ബലമായ ഉള്ളിലേക്ക് വലിച്ച് നട്ടലിനോട് ചേർക്കാം. എത്രത്തോളം പൊക്കിൾ ഭാഗം ഉള്ളിലേക്ക് വലിച്ച് നട്ടലിനോട് ചേർക്കാനാകുമോ അത്രത്തോളം ഉദ്യാനബന്ധം ശരിയായിരിക്കും. ഇതുമൂലം പ്രാണൻ പക്ഷിയെപ്പോലെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് പറക്കുന്നു. അതിനാലാണ് ഇത് ഉദ്യാനബന്ധം എന്നറിയപ്പെടുന്നത്. എഴുന്നേറ്റ് നിന്ന് ചെയ്യാവുന്നതാണ്. ഫലം ബന്ധം കൊണ്ട് ശുക്ലം മുകളിലേക്ക് ഓജസ്സായി കയറുന്നു. ദഹനക്കുറവ് ഉണ്ടാക്കുന്ന മന്ദഗ്നിയും മറ്റു വിശപ്പ് അധികമാകും. ജഠരാഗ്നി വർദ്ധിപ്പിക്കും. ശ്വാസകോശം ശക്തിപ്പെടും. കഴുത്ത് മുന്നോട്ട് വളച്ച് ചുരുക്കി കണ്ടകോപത്തിൽ താടി ബലമായി ചേർത്ത് വയ്ക്കുക. നെഞ്ച് മുന്നോട്ട് തള്ളിപ്പിടിക്കുക. ഈ ബന്ധനം കണ്ഠസ്ഥാനത്തെ നാഡി സമൂഹത്തെ ബന്ധിച്ചു വയ്ക്കുന്നു. അതിനാൽ ഈ ബന്ധത്തെ ജാലന്ധരബന്ധം എന്ന് പറയും. ഫലം ശബ്ദം മധുരതരമായി തീരും, ആവശ്യമായി തീരും. കഴുത്ത് മടക്കി പിടിക്കുന്നതിനാൽ ഇടാനാടി പിങ്കളനാടിയും ബന്ധിക്കുന്നു. അതിനാൽ പ്രാണൻ സുഷുമ്നയിലൂടെ പോകേണ്ടി വരും. സാധാരണയായി എല്ലാ ആസനങ്ങളും മുദ്രകളും പ്രാണായാമങ്ങളും മൂലബന്ധത്തോടൊപ്പം ആണ് ചെയ്യുന്നത്. രാജയോഗത്തിൽ ധ്യാനാവസ്ഥയിൽ ജാലന്ധരബന്ധം കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ജാലന്ധരബന്ധം അതാ മഹാബന്ധം. മഹാബന്ധം 2 തരത്തിലുള്ള വീഴ്ചയുണ്ട്. ആദ്യത്തെ പറയാം. ഇടത് പാദം മടക്കി ഉപ്പൂറ്റി ഗുദത്തിനും ലിംഗത്തിനും ഇടയ്ക്കുന്ന സ്ഥാനത്ത് ചേർത്ത് വെച്ച് വലതുകാൽ മടക്കി ഇടത് തുടയിന്മേൽ വെച്ച് മുട്ടുകൾ നിലത്തോട് തൊടുവിച്ച് വീക്കം നിൽക്കുക. കൂടുതൽ തുറന്ന മുക്കിലൂടെ ശ്വാസം സാവധാനം വലിച്ച് പൂരകം ചെയ്ത് ജാലന്ധരബന്ധം ചെയ്യുക. എന്നിട്ട് മൂലദ്വാരം കൊണ്ട് വായുവിനെ മുകളിലേക്ക് ആകർഷിച്ച് മൂലബന്ധം ചെയ്യുക. മനസ്സ് സുഷുമ്നാ നാഡിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യഥാശക്തി കുംഭകം ചെയ്യുക. പിന്നീട് പൂരകം ചെയ്തതല്ലാത്ത മറ്റേ മൂക്കിൽ ദ്വാരം കൊണ്ട് സാവധാനം ശ്വാസം രേചകം ചെയ്യുക. ഈ വിധം അനുലോം വിലോം പ്രാണായാമം പോലെ സമമായി പ്രാണായാമം ചെയ്യും. രണ്ടാമത്തെ വിധി പറയാം. പത്മാസനത്തിലോ സിദ്ധാസനം യോനിയും ബുധവും സങ്കോചിപ്പിച്ച് അപാനവായുവിന് മുകളിലേക്ക് കയറ്റണം. നാഭിയുള്ള സമാനവായുവുമായി ചേർക്കണം. ഹൃദയസ്ഥാനത്തുള്ള പ്രാണവായുവിനെ അധോ മുഖമായി കൊണ്ടുവന്ന് അപാന സമാന വായുക്കളോട് ചേർത്ത് നാഭിസ്ഥാനത്ത് ശക്തിയായി കുംഭം ചെയ്യണം. പ്രാണന്റെ മുകളിലേക്കുള്ള യാത്ര ശുദ്ധി, ശുക്ലശുദ്ധി, പിംഗള സുഷ്മ എന്നിവ സംഘം ഉണ്ടാവാം. ബലം വർദ്ധിക്കുക തുടങ്ങിയ മഹാബന്ധത്തിന്റെ ഗുണങ്ങളാണ്. ഇവിടെ പത്മാസനത്തിലിരുന്ന് യോനിയും ബുധവും സങ്കല്പിക്കും. എന്നുവെച്ചാൽ മൂലബന്ധം ചെയ്ത് അപാനവായുവിന് മുകളിലേക്ക് കയറ്റണം. നാഭിയിലുള്ള സമാനവായുവിനെ ചേർക്കും. അത് നമ്മൾ ചേർക്കാൻ നമ്മളെ കൊണ്ടുവരില്ല. ആ യോഗ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഹൃദയസ്ഥാനത്തുള്ള പ്രാണവായുവിനെ അധോമുഖമായി കൊണ്ടുവന്ന് സമാനവായുക്കളോട് ചേർത്ത് നാഭിസ്ഥാനത്ത് ശക്തിയായി കൊണ്ടുവരിക. അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു യോഗം. ഇനി മഹാവേഗം. 2 പ്രകാരത്തിലുണ്ട്. മഹാബന്ധത്തിന്റെ ആദ്യ വിധി പ്രകാരം മൂലബന്ധം ചെയ്ത് കുംഭം ചെയ്യുക. 2 കൈകളും നിലത്ത് ബലമായി കുത്തി ശരീരം ആകെ ഭൂതവും കാലുകളും ഇരിപ്പിടത്തിൽ നിന്ന് ഉയർത്തുക. എന്നിട്ട് ചന്തി നിലത്ത് പതുക്കെ ഇരിക്കുക. വീണ്ടും പൊന്തിച്ചിരിക്കുക. താടനക്രിയ എന്ന് പറയും. പ്രാണൻ പിങ്കള എന്നിട്ട് കുണ്ടലിനെ ഉണർത്തി ചുറ്റുമിലൂടെ മുകളിലേക്ക് പോവുകയാണെന്ന് കരുതും. പിന്നീട് ശ്വാസം മഹാബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് സാവധാനം പ്രേചകം ചെയ്യും. രണ്ടാമത്തെ വിധി. പത്മാസനത്തിലിരുന്ന് മൂലബന്ധം ചെയ്ത് അപാനവായുവിനെയും പ്രാണവായുവിനെയും ആദ്യസ്ഥാനത്ത് ചേർക്കാം. 2 കൈകളും വശങ്ങളിൽ നിലത്തുറപ്പിച്ച് ആസനസഹിതം മുകളിലേക്ക് പൊന്തിച്ച് പതുക്കെ ഇരിപ്പിടത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുക. കുണ്ടലിനി ശക്തി ജാഗ്രതാവും. പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മുഖ്യകർമ്മമാണ്. മഹാബന്ധവും മഹാമുദ്രയും ഒന്നിച്ച് ചെയ്യുന്നതാണ് അധികം ഫലപ്രദമായിട്ടുള്ളത്. തൽക്കാലം